بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد قل നബിയെ തങ്ങൾ പറയൂ ഹുവല്ലാഹു അഹദ് അല്ലാഹു അവൻ ഏകനാണ് അല്ലാഹു സമദ് അല്ലാഹു സമദ് അല്ലാഹു സമദാണ്. സമദ് എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും എല്ലാ വസ്തുക്കളും അവനെയാണ് ആശ്രയിക്കുന്നതും ഡിപ്പെൻഡ് ചെയ്യുന്നതും. അതേ സമയത്ത് അവൻ ആരെയും ആശ്രയിക്കുന്നില്ല, അവൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആരുടെയും സഹായമോ ആരുടെയും ഒരു പ്രൊട്ടക്ഷനോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നില്ല. ഇന്നല്ലാഹ വലിയ്യുൻ അനിൽ ആലമീൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട് വേറെ സ്ഥലത്ത്. ലോകത്തുള്ള എല്ലാ വസ്തുക്കളെ തൊട്ടും അല്ലാഹു ഗനിയാണ്. ഒരു വസ്തുവും അല്ലാഹുവിലേക്ക് ആവശ്യമില്ല. ഈ ലോകമായാലും അല്ലാഹു അല്ലാത്ത ഈ ലോകത്തുള്ള ഏത് വസ്തുക്കളും അല്ലാഹുവിന് ഗനിയാണ്. അതൊന്നും അല്ലാഹുവിന് ആവശ്യമില്ല. അതാണ് അതിൻ്റെ അർത്ഥം. എല്ലാ വസ്തുക്കളും അവനെയാണ് ആശ്രയിക്കുന്നത്. അതേസമയത്ത് അല്ലാഹു ആരെയും ഒരാളെയും എവിടെയും എപ്പോഴും എങ്ങനെയും ആശ്രയിക്കുന്നില്ല, അവലംബിക്കുന്നില്ല. ഒരാളുടെയും സഹായം അല്ലാഹുവിന് വേണ്ട. എന്നിട്ട് മൂന്നാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് ലം യലിദ് വലം യൂലദ്, അല്ലാഹു പ്രസവിച്ചിട്ടില്ല, അല്ലാഹു ഒരാൾക്ക് ജന്മം നൽകിയിട്ടില്ല. വലം യൂലദ്, അല്ലാഹുവിന് ആരും പ്രസവിച്ചിട്ടോ അവനിക്കാരും ആരും ജന്മം നൽകിയിട്ടോ ഇല്ല. ഇത് പറയാൻ ഈ സൂറത്ത് ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിയാണ്. പരിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനിക്കാനും അർത്ഥം പറയാനും പ്രത്യേകമായ അറിവും തൻ്റെ ഇടവും കിട്ടണമെന്ന് നൽകണമെന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി ദുആ ചെയ്ത ആ ദുആ കിട്ടിയ സ്വഹാബിയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ബഹുമാനപ്പെട്ടവർ പറയുകയുണ്ടായി, ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദ്റത്തിലേക്ക് മക്ക ഖുറൈശികളിൽപ്പെട്ട രണ്ടാൾക്കാർ വന്നു. ആരാണെന്ന്? ആമിർ ബിൻ തുഫൈൽ എന്ന് പറയുന്ന വ്യക്തി, മറ്റൊരാള് അർബദ് ബിൻ റബീഅ എന്ന് പറയുന്ന അയാൾ. ഈ രണ്ടാളും റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വന്ന് ചോദിക്കുകയുണ്ടായി, ഇലാമ തദ്ഊന യാ മുഹമ്മദ്, മുഹമ്മദേ ഏതൊരാശയമാണ് നിങ്ങൾ ഞങ്ങളോട് പറയുന്നത്? ഏതിലേക്കാണ് നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുന്നത്? ആ സമയം അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇലല്ലാ, അല്ലാഹുവിലേക്കാണ്, അല്ലാഹുവിലേക്കാണ്, അല്ലാഹുവിൻ്റെ പാതയിലേക്കാണ്, അല്ലാഹുവിൻ്റെ മതത്തിലേക്കാണ് നിങ്ങളെ ഞാൻ വിളിക്കുന്നതെന്ന് പറയുകയുണ്ടായി. എന്നാൽ അദ്ദേഹം ചോദിക്കുകയുണ്ടായി, രണ്ടാമത്തെ ചോദ്യം, സിഫു കമാ സിഫു, നീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, മുഹമ്മദേ നീ സിഫു ലനാ, അല്ലാഹുവിൻ്റെ വിശേഷത പറഞ്ഞു തരണം. ആരാ അല്ലാഹു? അമിൻ ലഹബിൻ ഹുവ അം ഫില്ലത്തിൻ അം ഹദീദിൻ അമിൻ ഖശ്ബിൻ. അദ്ദേഹം ചോദിക്കുകയാണ്, അല്ലാഹു സ്വർണം കൊണ്ടുണ്ടാക്കിയവനാണോ? അവർ ഉദ്ദേശിക്കുന്ന അല്ലാഹു എന്ന് പറഞ്ഞ പ്രതിമയാണ്, സ്റ്റാച്ചു ആണ്. അല്ലാഹു സ്വർണം കൊണ്ടാണോ അല്ലാഹുവിനെ ഉണ്ടാക്കിയത്? അതല്ല വെള്ളി കൊണ്ടാണോ? അതല്ല ഇരുമ്പ് കൊണ്ടാണോ? അതല്ല മറ്റു മരക്കഷ്ണങ്ങൾ കൊണ്ടാണോ? എന്തുകൊണ്ടാണ് നിന്റെ റബ്ബിനെ ക്രിയേറ്റാക്കിയത്? മക്കളെ, അള്ളാഹുവിനെ എങ്ങനെ ക്രിയേറ്റാക്കിയെന്നുള്ള ചോദ്യം തന്നെ അപ്രസ്തുതമാണ്. ആ ഒരു ചോദ്യം തന്നെ ഉണ്ടാവാൻ പാടില്ല. കാരണം എല്ലാ വസ്തുക്കളെയും ലോകത്തുള്ള എല്ലാത്തിനെയും ഉണ്ടാക്കിയവൻ അള്ളാഹുവാണ് എന്ന് പറയുമ്പോൾ അള്ളാഹിനെ ആരുണ്ടാക്കിയെന്നുള്ള ചോദ്യമേ അവിടെ ഇല്ല. കാരണം അള്ളാഹു എന്ന് പറഞ്ഞാൽ ക്രിയേറ്റഡ് അല്ല, സൃഷ്ടിയല്ല. സൃഷ്ടിയെ മാത്രം ആരുണ്ടാക്കിയെന്ന ചോദ്യം ഉണ്ടാവും. സൃഷ്ടിയല്ലാത്ത ഒരു ഒന്നിനെ സൃഷ്ടിക്കുക എന്നുള്ളത് ഉണ്ടാവില്ല. ഇപ്പം നോക്കി, സമയം, നമുക്കൊക്കെ സമയം ബാധകമാണ്, സ്ഥലം ബാധകമാണ്. അതേസമയം അള്ളാഹുവിനോ? അള്ളാഹുവിന് സമയം ബാധകമല്ല.
അള്ളാഹുവിന് സ്ഥലം ബാധകമല്ല. എന്തേ കാരണം? സ്ഥലത്തിനെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. ഈ പ്ലേസും ടൈമും ഇതൊക്കെ സ്പേസ് ഇതൊക്കെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. അള്ളാഹുവിന് പ്രത്യേകമായ ഒരു ഡേയോ നൈറ്റോ ഇല്ല. കാരണം ഈ രാത്രിയെയും പകലിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഇത് സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുണ്ട്. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. എല്ലാ സൃഷ്ടികളോടും എല്ലാ നിലക്കും അല്ലാഹു തആല എതിരായവനാണ്. അപ്പൊ അള്ളാഹുവിനെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിക്കാൻ പാടില്ല. അത് ചോദിക്കാൻ പാടില്ല എന്ന് വരട്ടല്ല, പേടിപ്പിക്കല്ല. ആ ചോദ്യം ശരിയല്ല. കാരണം അള്ളാഹു സൃഷ്ടിയല്ല. സൃഷ്ടിക്കപ്പെടാത്ത ഒരു വസ്തുവിനെ സംബന്ധിച്ച് ഇതിനാര് സൃഷ്ടിച്ചു എന്ന് ചോദിക്കുന്നതിന് അർത്ഥമുണ്ടോ? ഉദാഹരണത്തിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ ബിൽഡിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കുക, ഇതാണാണോ പെണ്ണാണോ? ഈ ബിൽഡിംഗ് ഇതാണോ പെണ്ണോ? എന്താ മറുപടി? ആണോ പെണ്ണോ? ആണോ പെണ്ണോ? ഈ ബിൽഡിംഗ് ആണാണോ പെണ്ണാണോ? ഒരു ചോദ്യമാണ്. ആണല്ലേ? പെണ്ണാ? രണ്ടുമല്ല. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു, രണ്ടുമല്ല. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോ ഇതിനാണാണോ അല്ല പെണ്ണാണോ എന്ന് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കണമെങ്കിൽ അതൊരു ജീവിയാകണ്ടേ, അല്ലെങ്കിൽ അതൊരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു പ്രാണിയോ ആകണ്ടേ, എന്നാലല്ലേ ആണോ പെണ്ണോ ആവുള്ളൂ. അതേ സമയത്ത് ബിൽഡിങ്ങിലേക്ക് ആണ് പെണ്ണ് എന്നുള്ള വിഷയം തന്നെ അതിൽ പെടുന്നില്ല, അതിലേക്ക് ബാധകമല്ല. അതുകൊണ്ട് ആ ചോദിക്കൽ തെറ്റാണ്. മറുപടി പറയാത്ത തെറ്റല്ല, ചോദിക്കൽ തെറ്റാണ്. ആ ചോദ്യം തെറ്റാണ്. എന്ന പോലെ അള്ളാഹുവിനെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യം തെറ്റാണ്. കാരണം അള്ളാഹു സൃഷ്ടിയല്ല, ക്രിയേറ്റഡ് വസ്തു മാത്രമാണ്, മഖ്ലൂക്ക് മാത്രമാണ്. ആര് സൃഷ്ടിച്ചു? അള്ളാഹു മഖ്ലൂക്കല്ല, ഖാലിഖാണ്, ക്രിയേറ്ററാണ്, എല്ലാത്തിനും സൃഷ്ടിക്കുന്നവനാണ്. ഇരിക്കട്ടെ, അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. അപ്പൊ ഈ ഇസ്ലാമിന്റെ ഈമാനിന്റെ അഖീദ ഈ സൂറത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നു. എന്നിട്ട് എന്താ ഉണ്ടായത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹു ഏകനാണ്, അവൻ സർവാധിപനാണ്, അവൻ ആരും പ്രസവിച്ചിട്ടില്ല, അവനും പ്രസവിച്ചിട്ടില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് സാമ്യമായി, ഈക്വലായി, സിമിലാറായി ഈ ലോകത്ത് പറയാൻ ഒന്നുമില്ല. ഖുർആൻ പറയുന്നുണ്ട്, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ അലീം. അള്ളാഹുവിനെ പോലെ ഒരു വസ്തുവും ലോകത്തില്ല. അങ്ങനെ ഈ ചോദിച്ചാൽ എന്തായി? അള്ളാഹുവിന്റെ റസൂൽ ഇൻസൾട്ട് ചെയ്യാനായവർ ചോദിച്ചത്, നിന്റെ ദൈവം സ്വർണത്തിലുണ്ടാക്കിയതാണോ, വെള്ളിയിലുണ്ടാക്കിയതാണോ, അല്ല മരക്കഷ്ണം ഉണ്ടാക്കിയതാണോ, അല്ല ഇരുമ്പ് ഉണ്ടാക്കിയതാണോ? അങ്ങനെ ചോദിച്ച ആൾ എന്തുണ്ടായി? അള്ളാഹുവിന്റെ റസൂലിനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ചോദിച്ച ഈ വ്യക്തി, അയാള് എന്തോ ഒരു കുടുക്കത്തിൽപ്പെട്ട അയാൾ മരണപ്പെട്ടു പോയി. അയാളാണെങ്കിൽ പാവൂൻ എന്നുള്ള രോഗവും പിടിച്ചിട്ട് അയാളും ചത്തുപോയി. രണ്ടാളും നശിഞ്ഞു പോയിന്ന് ഇമാം ബഗ്വി റളിയല്ലാഹു അൻഹു അവിടുന്ന് തന്റെ മആലിം തഫ്സീൽ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഈ സൂറത്തിന്റെ ഒരു ബർക്കത്തും പിന്നെ ഒരു ഹദീസ് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, അയജിസു അഹദുക്കും അയ്യഖറ സലാസ് സുലുസൽ ഖുർആനി ഫി ലൈല, ഒരു രാത്രിയിൽ വെച്ച് നിങ്ങൾ ഖുർആന്റെ 3/2 ഭാഗം, അതായത് 10 ജുസ് ഓതാൻ പറ്റുമോ എന്ന് ചോദിക്കുകയുണ്ടായി. സ്വഹാബത്ത് പറഞ്ഞു, ആർക്കാ നബി അത് സാധിക്കാം? ഞങ്ങൾക്ക് പറ്റൂല, അത്രയും സമയം വേണ്ടേ, ഉറങ്ങണ്ടേ രാത്രിയിൽ? അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി, എന്നാൽ നിങ്ങൾ ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതിക്കോ. വല്ലദീ നഫ്സി ബിയദിഹി ഇന്നഹാ ലതഅദിലു സുൽസുൽ ഖുർആൻ. സൂറത്തുൽ ഇഖ്ലാസ് ആകുന്ന ഖുൽ ഹുവല്ലാഹു അത് ഒരാൾ ഓതിയാൽ അള്ളാഹുവിനെ തന്നെ സത്യം, അത് ഖുർആന്റെ 3/2 ഭാഗത്തിന് തുല്യമാണെന്ന് പറയുകയുണ്ടായി.